പി സിയിൽ അത് ലൈവ് ഇല്ലേലും ഒരു ദിവസം ആവറേജ് 7-8 മണിക്കൂറാണ് ഞാൻ ഇത് നോക്കിയിരിക്കുന്നത്. അപ്പം കണ്ണിന് കുറച്ച് നല്ല സ്ട്രെസ്സാണ്. ഐ ഹാവ് എ വൈഫ്. എടാ എന്ത് പക്ഷെ ആ വീഡിയോ വന്നത് കാര്യമായി കേട്ടാ. അത് ഒറിജിനൽ വീഡിയോ. അത് ഞാൻ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പിന്നെ നിങ്ങളുടെ ലൈവിൽ അത് പറഞ്ഞതൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ്. കള്ളാണ്. പിന്നെ കഴിച്ച് ഞാൻ 2 ദിവസം ലൈവ് വരെ ഇരുന്ന് വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം മടി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മടി. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് വരാതിരുന്നത്. അതുകൊണ്ടല്ലടാ ഇന്നലെ വേറെ ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. അപ്പൊ ഇന്നലെ സത്യം പറഞ്ഞ ലൈവിടായിരുന്നതാണ്. ഇന്നലെ ലൈവിടായിരുന്നപ്പോഴാണ് ബോബോയ് ഒരു കട ഉദ്ഘാടനം ഒരു ഇത് തുടങ്ങുമെന്ന് പറഞ്ഞു. ഉദ്ഘാടനത്തിന് വിളിച്ചെന്റെ. എന്നിട്ട് പറഞ്ഞു അണ്ണാ ഫ്ലെക്സ് ഒക്കെ അടിക്കുന്നുണ്ട്, വലിയ ഫ്ലെക്സ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ അടിച്ച് ഇവിടെ വെച്ച് ചെന്നപ്പോ ഞാനും ബോബോയ് കണ്ണാപ്പിയും ബോബും ഒരു 2 പിള്ളേരും മാത്രം. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നേരെ അങ്ങനെ പോയി ഇനാഗുറേഷൻ ചെയ്ത് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് അവന്റെ ഇനാഗുറേഷൻ ട്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ട്രീറ്റിന് പോയിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു സമയമായി. അതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ടിജയുടെ സിറ്റുവേഷൻ ആയി അത് ഡ്രോപ്പ് ആയി. അത് ശോക സിറ്റുവേഷൻ എടാ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് ഒരു 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 ഡീസൻസി വേണം. അതില്ലാത്ത സിറ്റുവേഷനുകൾ ഞാൻ കളിപ്പിക്കൂല ഇവന്മാരെ. അത് ഞാൻ എപ്പോഴും പറയാ. ഇത് ഒരുത്തന്നെ വണ്ടി എടുക്കുന്നു, അവന്റെ തിരിച്ചു മേടിക്കുന്നു, ഇതാക്കുന്നു. അത് എനിക്ക് തോന്നുന്നു അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഇപ്പൊ എല്ലാരും പറയുന്നത് ടി ജെ ആയിട്ട് അടിക്കാൻ പേടി. ടി ജെ ആയിട്ടൊക്കെ എന്താ അടിക്കാൻ പേടി? ഞങ്ങൾ ലാസ്റ്റ് ടർഫ് ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് ഞങ്ങൾ ജയിച്ചതാ. മനസ്സിലായി? അവരുടെ അടുത്ത് ഞങ്ങൾ ജയിച്ചതാ ടർഫൊക്കെ. ലൈക്ക് ഗൺ പവറിൽ അങ്ങനെ ഈ പറയണത് പോലെ അങ്ങനെ ഒരു പേടി നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. തോക്കുവാണെങ്കിൽ അങ്ങ് തോക്കും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് വലുതായിട്ടില്ല. അപ്പം സിറ്റുവേഷൻ മര്യാദയ്ക്ക് അല്ലാത്തത് കൊണ്ടാണ് സിറ്റുവേഷൻ എടുക്കാത്തത്. പിന്നെ പറഞ്ഞില്ലേ ഇപ്പൊ അവരോട് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുക. അവർക്ക് സിറ്റുവേഷൻ വേണ്ടുന്ന സമയത്ത് അവർ വന്ന് ടി വി എടുത്ത് ചൊറിഞ്ഞോട്ടെ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ സിറ്റുവേഷൻ എടുക്കുക എപ്പോ വേണേലും റെഡിയാ. അതുകൊണ്ടല്ല അങ്ങനെ വേറെ ഈ പറയുന്ന സിറ്റുവേഷൻ എടുക്കാൻ പേടി അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ഇപ്പം നമ്മളെ എതിരെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ പറയണത്. പിന്നെ അവർക്കിപ്പോ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. അവർക്ക് വേറെ കുറെ ഡിസ്കഷനുകളുണ്ട്. അവരിപ്പോ പറയട്ടെ, അവർക്കിപ്പോ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് അവര്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ആൻഡ് ഗൈസ്, എനിക്ക് കുറച്ച് ഒരു 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ സ്ട്രീമിലുള്ള ചേഞ്ചസ്. മൈക്ക് മാറിയിരിക്കുവാണോ? എനിക്ക് ഒരു സെക്കൻഡ് എടാ. ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഗൈസ്, ഇങ്ങനത്തെയൊക്കെ ഈ സെനാറിയോ ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കോൺട്രവേഴ്സി വേറൊന്നും പറയുമല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കോൺട്രവേഴ്സീസും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുമ്പം മെയിനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അഡ്രസ്സ് ചെയ്ത് പറയണ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഓൺലി പ്രശ്നം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണത് പോലെ ടോക്സിസിറ്റി, അടി ഉണ്ടാകുമ്പോഴും വഴക്കുണ്ടാകുമ്പോഴും ഉള്ള തെറിവിളി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ സ്ട്രീമിനെ പറ്റിയോ അല്ലെ എന്നെ പറ്റിയോ ഒന്നും ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി ഇരുന്ന് കൊടുത്തിട്ടുമില്ല. മനസ്സിലായോ? ഞാനത് ഒരുപാട് കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിധത്തിൽ ഇപ്പം എപ്പാർട്ട് ഫ്രം എ ഗെയിമർ, ഒരു ഗെയിമറിന് മോളിൽ എന്നെ കുറെ പേർക്ക് ഈ പറയണത് പോലെ ഈ റിയാക്ഷൻ ഇതായിട്ട് അറിയാം. പിന്നെ ഈ ഷോസ് ഒക്കെ ചെയ്യുന്നത് മ്യൂസിക് റിലേറ്റഡ്, അങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അപ്പം ഈ RP സിറ്റുവേഷനിൽ നടക്കുന്ന തെറിവിളിയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ വെറുതെ വന്നിരുന്ന എൻ്റെ ലൈവിൽ ആരും തെറി വിളിക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജസ് ഇങ്ങനെ ഇരുന്ന് പറയാറില്ല. എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പം, പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ ഈ RPക്കകത്തും അതിനകത്തും ഒക്കെ ഡ്രാഗ് ചെയ്യുന്ന സമയത്താണ് മെയിൻലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചില സമയത്തൊക്കെ പോവുമല്ലോ, കുഞ്ഞിനെയും മറ്റേ ഇതെല്ലാം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് മെയിനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻഡ് ഓഫ് ദി ഡേ ഈ വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ സിറ്റുവേഷൻസും RPയിലെ പ്രശ്നവും ഗെയിമിലെ പ്രശ്നവും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു വിധത്തിൽ അതും ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. ആൾക്കാരിലാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും പിള്ളേരിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ഇപ്പം TV യിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അൺനെസസറി ആയിട്ട് നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴാന്ന് പറഞ്ഞാൽ
അതൊരു ശോകം സിറ്റുവേഷൻ ആയിട്ട് എനിക്കും ഇപ്പൊ തോന്നി തുടങ്ങി. അതായത് ഞാൻ വേറെ ഒരു കാര്യം പറയാം, ഈ തെറി വിളിക്കാത്തവരൊന്നും മാന്യന്മാരാണെന്ന് മാത്രം വിശ്വസിക്കരുത്. അത് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. തെറി വിളിക്കാത്തവർ മാന്യത കൊണ്ട് മാത്രമാണ് വിളിക്കാത്തതെന്നൊന്നും വിചാരിക്കരുത്. തെറി വിളിക്കാത്തവന്മാരൊന്നും നല്ലവരുമല്ല എന്ന് അത് ഞാൻ പറയാം. പക്ഷെ അതൊരു തരത്തിൽ ഈ പറയണത് പോലെ ഔട്ട് ഓഫ് ദ ഗെയിം അല്ലെങ്കിൽ ഗെയിം കാര്യങ്ങളൊക്കെ അറിയാത്ത ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ ഇനി എൻ്റെ സ്ട്രീമിൽ ഞാനൊരു വാക്ക് തരാൻ പോവാണ്. ഞാനത് ഇനി എൻ്റെ സ്ട്രീമിൽ അത് മാക്സിമം കൺട്രോൾ ചെയ്യും. ഈ തെറി വിളിക്കില്ല എന്നല്ല പറയണേ, എന്ന് വെച്ചാൽ ഒരുപാട് വൾഗാരിറ്റി ഉള്ള വേർഡ്സും ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതും അത് ഞാൻ എൻ്റെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യും. മാക്സിമം കൺട്രോൾ ചെയ്യാനുള്ളൊരു ശ്രമം ഞാൻ എന്തായാലും നടത്തും. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയണ പോലെ എന്താ അത് കണ്ടിന്യൂസ്ലി എൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരുടെ അടുത്തും ഞാനത് കീപ്പപ്പ് ചെയ്യാനും പറയും. മനസ്സിലായോ? അത് കാരണം ഇങ്ങനത്തെ ഒരു സെനറിയോ വരുമ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് പറയണതും അഡ്രസ്സ് ചെയ്യണതും ഒക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനത്തെ ഒരു സാധനം കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സെനറിയോ വരുമ്പോൾ ഇതിനകത്തോട്ട് വലിച്ചിടാൻ പിന്നെ വേറെ ഒന്നും ഇല്ല ആൾക്കാർക്ക്. മനസ്സിലായോ? ഇത് വേറെ ആരുടെയും എഫക്റ്റ് ഒന്നുമല്ല. എനിക്കാണെങ്കിൽ ഇൻബോക്സിലും DM-ലും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനത്തെ ഇഷ്യൂസ് പറയുമ്പം നമ്മളെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അഡ്ജസ്റ്റ് ഇത് ചെയ്യണമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ ആ അഡ്രസ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ടൊരു സാധനമാണ് മെയിനായിട്ട് ഇത്. അപ്പം അതും കൂടി ഒന്ന് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. ഇത് മെച്യൂരിറ്റി അങ്ങനെ ഒരു സാധനം അല്ലടാ. ഇമ്മെച്യൂറായിട്ട് പറയണതല്ല അത്. ശരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പറയുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് ഒരു ഹ്യൂജ് കൗണ്ട് ഓഫ് ഓഡിയൻസിന് മുമ്പിലോട്ട് എത്തുമ്പം അത് ഒബ്വിയസ്ലി ടോക്സിസിറ്റി പോലൊരു സാധനമാവും അത്. മനസ്സിലായോ? അത് മേ ബി ഇനി പാസ്റ്റിൽ നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാനും റെഡിയാണ്. അതിനിപ്പോൾ എന്തെങ്കിലും പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ അത് എടുക്കാനും ഞാൻ റെഡിയാണ്. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് മുന്നോട്ട് ഇനി ഇത് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളൊരു സാധനം ഞാൻ എന്തായാലും കീപ്പ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. മോസ്റ്റ്ലി എനിക്കത് ചെയ്തേ പറ്റുള്ളൂ.